നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ജി സുധാകരനേക്കാളും എന്തുകൊണ്ടും നല്ലയാൾ കെ സുധാകരനാണ് എന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന. പാർട്ടിയെ വിട്ടുപോകാതെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ. മറ്റ് ജി സുധാകരൻ അങ്ങനെയല്ല, അദ്ദേഹം പാർട്ടിയെ കളഞ്ഞിട്ട് പോയി, പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ ആളാണ് എന്ന് മന്ത്രി പി പ്രസാദിന് വേണ്ടി ചേർത്തലയിൽ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത്. സാർ, കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാനുണ്ട്. ഇന്ന് മനോരമയിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം അവരുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോണി ലൂക്കോസുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇന്നലെ വരെ സുധാകരനെ കുറിച്ച് അധികം ഒന്നും പറയാതിരുന്ന മുഖ്യമന്ത്രി വളരെ പരുഷമായ ഭാഷയിലാണ് ജി സുധാകരനെ കുറിച്ച് പറഞ്ഞത്. സാർ, മുഖ്യമന്ത്രിയും അദ്ദേഹം കൊണ്ടു നടന്ന് ഇത്രയും വളർത്തി വലുതാക്കിയ സജി ചെറിയാൻ എന്ന നേതാവും ജി സുധാകരനെ ഇങ്ങനെ ഇത്തരത്തിൽ കുലംകുത്തി എന്നൊക്കെ അവരുടെ ഭാഷയിൽ ഇങ്ങനെ പറയുമ്പോൾ ബേബി എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല? പാർട്ടി ജനറൽ സെക്രട്ടറി ബേബി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അതാണ്, അതായത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു MA ബേബി. പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് 2002, 2004 എന്റെ ഒരു ഓർമ്മ. ആ കാലങ്ങളിലെ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പാർട്ടിക്ക് നല്ലൊരു ഓഫീസ് അടക്കം എല്ലാ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത ആള് ശ്രീ MA ബേബിയാണ്. MA ബേബിയുടെ കാലത്താണ് അതെല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് MA ബേബിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ് ജി സുധാകരൻ. രണ്ടുപേരും ഏതാണ്ട് രാഷ്ട്രീയത്തിൽ സമന്മാരൊക്കെ ആണെങ്കിലും സുധാകരന് കുറച്ചുകൂടെ സീനിയോറിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് സംഘടനാ പ്രവർത്തന രംഗത്തും അതേപോലെ തന്നെ പാർലമെന്ററി രംഗത്തും കുറച്ചുകൂടെ ഒക്കെ മുന്നിട്ട് നിന്നത് കൊണ്ടും അപ്പൊ അനുഭവ സമ്പത്ത് കൊണ്ടും സുധാകരൻ കുറച്ചുകൂടെ മുമ്പിലായിരുന്നു അത്തരം കാര്യങ്ങളിൽ. ബേബി പിന്നെ കുറച്ചു കാലം ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ സുധാകരന്റെ ജനസ്വാധീനം, ആലപ്പുഴ ജില്ലയിലെ ആ ജനസ്വാധീനത്തെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് MA ബേബി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം തന്നെ കണ്ടില്ലേ, ഇപ്രാവശ്യം തന്നെ സീറ്റ് നിഷേധിക്കപ്പെടും, അല്ലെങ്കിൽ തനിക്ക് ഒരവസരമില്ല. അത് ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതാണ്. എനിക്ക് ഇനി ഒരു ചാൻസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം എനിക്ക് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതിനായിട്ട് ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ആദ്യം ചോദിച്ചത് ശ്രീ MA ബേബിയോടാണ്. MA ബേബിയോടാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണല്ലോ വാർത്തകളൊക്കെ വന്നിരുന്നത്. അപ്പൊ ബേബിയോട് അത്ര സൗഹാർദ്ദമായിട്ട് പെരുമാറാൻ അദ്ദേഹത്തിന് അവർ തമ്മിൽ റാപ്പോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അത് വളരെ അടുത്ത റാപ്പോയാണ്. അതുകൊണ്ടാണ് അയ്യപ്പദാസ് ഇപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ സംശയം പറയുന്നത്. അപ്പൊ പാർട്ടിയുടെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പൊ പാർട്ടി അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് പഴയതുപോലെ തന്നെ സജി ചെറിയാന്റെ വിഷയം അതുകൊണ്ട് തന്നെയാണ് ചേർന്നാണ് വരുന്നത്. പണ്ട് സുധാകരന് സീറ്റ് രണ്ടാമത് നിഷേധിക്കുന്നത്, രണ്ടാം തവണയിലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അത് നിഷേധിക്കപ്പെടാനുള്ള ഒരു കാരണം, അതിന്റെ ഒരു തുടക്കം കുറിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് പിന്നെ സജി ചെറിയാൻ അവരൊക്കെയാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിന്റെ ഒരു തുടക്കത്തിനകത്ത് വന്നിരുന്നത്. അതായത് ഇനി ഒരു 2 ചാൻസ് കഴിഞ്ഞവർക്ക് മറ്റൊരു ചാൻസ് വേണ്ട, ഇതിനകത്തൊരു പ്രായപരിധി വേണം എന്നൊക്കെ പറഞ്ഞൊരു വിവാദം ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടക്കം ഇട്ടതിന്റെ അകത്തിൽ സജി ചെറിയാൻ ഒരു പങ്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെതാണ് അത് ഷെയർ ചെയ്യപ്പെട്ട മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്. അപ്പൊ ആ വൈരാഗ്യമുണ്ട്, ആ വൈരാഗ്യം സുധാകരന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചില ആരോപണങ്ങളൊക്കെ സജി ചെറിയാനെ വ്യക്തിപരമായിട്ടൊക്കെ പിന്നെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്നതിന്റെ കാരണം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വിജയിച്ചു. ചെങ്ങന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സെലക്ഷൻ ഒക്കെ ശരിയായിരുന്നു. പിന്നെ ഇപ്രാവശ്യവും നല്ല മത്സരമാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സുധാകരന് അപ്പോൾ വീണ്ടും സീറ്റ് നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ബേബിയെ ഇക്കാര്യത്തിൽ ചേർത്ത് വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ പല മണ്ഡലങ്ങളിലും, ആലപ്പുഴ ജില്ല അടക്കം പല ജില്ലകളിലും ആരായിരിക്കും പാർട്ടിക്ക് വേണ്ടി പൊതുപ്രചാരണ രംഗത്തേക്ക് പോകുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഈ പ്രദാസെ, ആര് പോകും? ആലപ്പുഴ ജില്ലയിലെ കാര്യമാണ് ഇപ്പൊ MA ബേബി. ഇപ്പൊ ജി സുധാകരൻ ഇന്ന് നോമിനേഷൻ കൊടുത്തിരുന്നു. അദ്ദേഹം ത്രിവർണ്ണ പതാക പിന്നെ തൊപ്പിയും അങ്ങനെയൊക്കെയുള്ള ഷാളും ഒക്കെ അണിഞ്ഞിട്ടാണ് വന്നത് അല്ലെ? സാധാരണ രക്തഹാരങ്ങളും ചുവന്ന കൊടിയുമായിട്ട് വരുന്ന ജി സുധാകരനെ അല്ല നമ്മൾ ഇന്ന് കണ്ടത്. പാർട്ടിയുമായിട്ടുള്ള സർവ്വബന്ധങ്ങളും ഉപയോഗിച്ച് പുന്നപ്ര വയലാറിന്റെ പറഞ്ഞിട്ട് വലിയ പാരമ്പര്യമുള്ള മണ്ണാണിത്. കണ്ണൂര് സഖാക്കളെക്കാട്ടിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വലിയ പാരമ്പര്യമുള്ള മണ്ണാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ ഒരു കോൺഗ്രസ്കാരനായിട്ട് അല്ലെങ്കിൽ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്രനാണ്, UDF പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് അത്തരം വേഷങ്ങളോടുകൂടി ആണ് സുധാകരൻ നാമനിർദ്ദേശം പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ്. പക്ഷെ സുധാകരനെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും പറച്ചിലുകളും മാത്രമേ സാധിക്കുന്നുള്ളൂ. ആര് വന്ന് പ്രസംഗിക്കും? പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വരുമോ?
അതല്ലെങ്കിൽ SRP എസ് രാമചന്ദ്രൻപിള്ള, ആലപ്പുഴ ജില്ലക്കാരനാണ്, കായംകുളത്തുകാരനാണ് അദ്ദേഹം. SRP അദ്ദേഹം ഇപ്പൊ നിലവിൽ ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇപ്പം പൊതുവേദികളിൽ പ്രസംഗിക്കത്തക്ക പോലെ അദ്ദേഹം വരുമോ നമുക്ക് അറിഞ്ഞുകൂടാ. പറയാൻ പറ്റും. അതിനെതിരെ സംസാരിക്കണമെങ്കിൽ പറ്റിയ മറ്റൊരാളെന്ന് പറയുന്നത് SRP ആണ്, എസ് രാമചന്ദ്രൻപിള്ളയാണ്. അദ്ദേഹം വരുമോ? അദ്ദേഹം വന്ന് സംസാരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്തരം കാര്യങ്ങൾ. കാരണം അവർക്കൊന്നും പറയാൻ പറ്റുമായിരിക്കാം എന്നുള്ളതല്ലാതെ സുധാകരനെതിരെ അങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ കൺവിൻസ് ചെയ്യാന്ന് പറയത്തില്ലേ, നമ്മൾ കേൾക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തുക. ആ ബോധ്യത്തിന് ഒരു പക്ഷെങ്കിൽ MA ബേബിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകും. എന്ത് പറയും? സുധാകരനെതിരെ എന്ത് പറയും? പാർട്ടി നിലപാടിനെ ആകെ കൂടെ അദ്ദേഹം ചെയ്തത് ഒരു സീറ്റ് ചോദിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ പാർട്ടി നിലപാടുകളെ ഒരു കാരണവശാലും, കാരണം അദ്ദേഹത്തിന് അത്രയും അനുഭവ സമ്പത്തുണ്ട്. ഈ 2 വർഷമേ പാർട്ടി സെക്രട്ടറി ആയിട്ട് വിടുന്നുള്ളെങ്കിൽ പോലും ഏതാണ് സുധാകരനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ശ്രീ MA ബേബി എന്ന് പറയുന്നത്. എന്റെ സംശയം അതാണ്. MA ബേബി പോലും ഒരുപക്ഷെ സുധാകരനെതിരെ എന്തെങ്കിലും ജസ്റ്റ് പരാമർശങ്ങൾ വെച്ച് പോകുമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കടത്തി പറയാൻ ഒന്നും അവർക്ക് സാധിക്കത്തില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ജോണി ലൂക്കോസിന്റെ ആഭിമുഖ്യത്തില് പറഞ്ഞെന്ന് അയ്യപ്പദാസ് പറയുന്നില്ലേ, ആ പറഞ്ഞ പ്രയോഗങ്ങൾ ചെറ്റത്തരമാണ് കാണിച്ചത്, അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ ശരിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയെ നയിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ അങ്ങനെയാണ്. പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളെല്ലാം കേൾക്കേണ്ടി വരും. കുലംകുത്തി കേൾക്കേണ്ടി വരും, വർഗവഞ്ചകൻ കേൾക്കേണ്ടി വരും, കാണിച്ചത് ചെറ്റത്തരമാണെന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ വരും. പക്ഷെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഒരു പൊതുയോഗത്തിൽ, ആലപ്പുഴയിൽ ഒരു പക്ഷെങ്കിൽ വരുന്ന ഒരു പൊതുയോഗത്തിൽ വന്ന് സുധാകരനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പറ്റുമായിരിക്കും. പക്ഷേ കേൾവിക്കാരിൽ അത് എത്ര തരത്തിലൊരു സ്വന്തം പാർട്ടിക്ക് അണികളിൽ തന്നെ അതിന് എത്ര സംശയം ഉണ്ടാക്കും. ഒരു പക്ഷെങ്കിൽ സുധാകരനെ നേരിടാനായിട്ട് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ഒരു പക്ഷെങ്കിൽ സംസാരിക്കുന്ന ആൾ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ സുധാകരന് സ്വാധീനമുണ്ട്. ആ മണ്ഡലത്തിലെ പല സർവേകളും ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ട് താനും അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര കണ്ട ആളുകളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ നേതാക്കന്മാർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ, പ്രമുഖരായ താരപ്രചാരകർക്കൊക്കെ, ഒരു മുഖ്യമന്ത്രിക്ക്, പാർട്ടി സെക്രട്ടറിക്ക്, അഖിലേന്ത്യാ സെക്രട്ടറിക്ക്, ഇവർക്കൊക്കെ എത്ര കണ്ട് അവരുടെ സ്വന്തം മണ്ഡലം വിട്ട് പുറത്തു വരാൻ പറ്റും? അതൊരു വലിയ ചോദ്യമാണ്. അതാണ് സാർ ഞാൻ ചോദിക്കാൻ വന്നത്. അതാണ് ഞാൻ സാറിനോട് ചോദിക്കാൻ വന്ന ചോദ്യം. അതായത് സാർ, തളിപ്പറമ്പിൽ ഈ പറയുന്ന അവരുടെ പാർട്ടിയിൽ 50 കൊല്ലത്തിലധികം പാർട്ടി പ്രവർത്തകനായിരുന്ന ഗോവിന്ദൻ, ആ ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടി മാറി, പാർട്ടി വിടുന്നു. CPM എന്ന് പറയുന്ന പാർട്ടി വിടുക ആ പാർട്ടിക്കാരെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് അവരെ ഹൃദയം അല്ലെങ്കിൽ കരളെടുത്ത് കൊടുക്കുന്ന പോലെയാണ്. അവരത് കളഞ്ഞിട്ട് ശത്രുപക്ഷത്തുള്ള ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ, തളിപ്പറമ്പിൽ അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ, പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ മാഷ് പ്രശ്നം ഉണ്ടാകുമ്പോൾ, സാർ കണ്ണൂർ, സാർ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ ഞാൻ ചോദിക്കാതിരിക്കുമായിരുന്നു. സാർ, എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു വേള കണ്ണൂരിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ സാർ? വെറും പരിമിതമായ ഒരു സമയം മാത്രമാണുള്ളത്. CPM-ന് പ്രസ്റ്റീജാണ്, വളരെ വളരെ പ്രസ്റ്റീജാണ് ഇത്തരത്തിൽ ആ മണ്ഡലം എന്ന് പറയുന്ന കണ്ണൂർ എന്ന് പറയുന്നത്. തളിപ്പറമ്പിൽ ഈ പ്രശ്നം, പയ്യന്നൂരിൽ ഈ പ്രശ്നം, ധർമ്മടത്തിൽ നിന്ന് ഇദ്ദേഹം മാറി നിന്ന് ഒരു 5 മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തിന് ആ ജില്ല വിട്ട് പോയി സംസാരിക്കാൻ കഴിയുമോ? പോയാൽ തങ്ങൾക്ക് അദ്ദേഹത്തിന് കിട്ടുള്ള വോട്ട് പോലും പോകത്തില്ലേ? അത്ര കണ്ട് ജനവിരുദ്ധ വികാരം കണ്ണൂർ ഉണ്ടായിരിക്കില്ലേ? പിന്നെ എങ്ങനെ സാർ ഇദ്ദേഹം പോകും? അതാണ് സാർ ഞാൻ ചോദിക്കാൻ വന്നത്. ജനവിരുദ്ധ വികാരം എന്നുള്ളതിലുപരിയായിട്ട് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അകത്തു നിന്ന് വന്നിരിക്കുന്നതാണ്. അതോടെ TK ഗോവിന്ദൻ, ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്. അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലെ സീനിയർ മോസ്റ്റ് മെമ്പർമാരിൽ ഒരാളാണ്. അദ്ദേഹമാണ് പാർട്ടിയെ പുറത്തേക്ക് പോയിരിക്കുന്നത്, പാർട്ടിയെ വെല്ലുവിളിച്ച്. ഞാൻ പല കാര്യങ്ങളും വെളിപ്പെടുത്തും, ഇനിയും വെളിപ്പെടുത്താനുണ്ടെന്നാണ് പറയുന്നത്. പാർട്ടിക്കകത്ത് സുഗന്യക്ക് അടക്കമുള്ളവർക്ക് സീറ്റ് നിഷേധിച്ചത്, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ പേര് മാത്രം, ഒറ്റ പേര് മാത്രം അങ്ങനെ സംസ്ഥാന കമ്മിറ്റിക്ക് വന്നത് അപ്രൂവൽ ആക്കി എടുത്തതില്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളില് പല വിഷയങ്ങളുണ്ട്. ഗോവിന്ദനെ പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് മിനിമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി കൂടുതൽ വല്ലതും വേണമെങ്കിൽ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോഴേ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ അവരുടെ നട്ടെല്ലാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നട്ടെല്ലാണ്. പ്രമുഖരായ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലമാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ തന്നെ മത്സരിക്കുന്നുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുണ്ട് അവിടെ, മുഖ്യമന്ത്രി ധർമ്മടത്ത് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളിൽ പല പ്രശ്നങ്ങൾ നേരിടും. അതുപോലെ മട്ടന്നൂര് നിൽക്കുന്നുണ്ട്, പയ്യന്നൂര് കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പയ്യന്നൂരിലും വലിയ ഇഷ്യൂ ആണ്. സിറ്റിംഗ് MLA-ക്കെതിരെ അദ്ദേഹവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അവിടെ UDF പിന്തുണ വരുന്നു എന്ന് പറയുക. നോക്കുക, ആ ജില്ലയിൽ തന്നെ പ്രതിസന്ധിയാണ്. ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രിക്കും
പാർട്ടി സെക്രട്ടറിക്കും ആ കണ്ണൂർ വിട്ടു പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ചില അവർ പോകാതിരിക്കത്തില്ല, പുറത്തേക്ക് പോകത്തില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഒരുപാട് വിശദീകരണങ്ങൾ അവർ നൽകേണ്ടി വരും. പഴയതുപോലെ അല്ല. ഒരു മണ്ഡലം ഇപ്പൊ മുഖ്യമന്ത്രി മത്സരിച്ച ധർമ്മടം മണ്ഡലം സാധാരണഗതിയിൽ അദ്ദേഹത്തിന് അവിടെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നോമിനേഷൻ കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം തൊട്ട് തന്നെ അദ്ദേഹത്തിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരണത്തിന് ഇറങ്ങാം. അതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇതിപ്പോ അങ്ങനെ സാധിക്കുന്നില്ല. ധർമ്മടത്ത് തന്നെ മത്സരമാണ്. ധർമ്മടം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നിടത്ത് തന്നെ നല്ല മത്സരം നടക്കും എന്നാണ് ഇപ്പൊ നമ്മൾ കാണാൻ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ ഇങ്ങോട്ടെ ധർമ്മടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം നന്നായിട്ട് പാർട്ടി സെക്രട്ടറിക്കെതിരെ നന്നായിട്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കടുത്ത മത്സരമുണ്ട് അവിടെ, നല്ല മത്സരമുണ്ട്. പണ്ട് ഉമ്മൻചാണ്ടി ജെ.സി. തോമസും പുതുപ്പള്ളി മത്സരിച്ചതുപോലെയുള്ളതാണ്. അവിടെ പിന്നെ രണ്ട് സഭകളുടെ പ്രശ്നമായിരുന്നു, സഭാ പ്രശ്നമായിരുന്നു അന്ന് പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നത്. അതിന് സമാനമായ സംഭവമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടിന്റെ ലീഡൊക്കെ ഉണ്ട്. പക്ഷേ വലുതായിട്ട് ഒരു വലിയ വലിയ ദിവസങ്ങൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തളിപ്പറമ്പ് വളരെ ശ്രദ്ധിക്കേണ്ടി വരും. തളിപ്പറമ്പിലെ പാർട്ടി സെക്രട്ടറിയെക്കാട്ടിൽ ഉപരിയായിട്ട് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വരും. കാരണം പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ ഈ ടി കെ ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും മറ്റു കാര്യങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയെക്കാട്ടിൽ കുറച്ചുകൂടെ അക്കാര്യത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റിയ നേതാവ് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് പോകേണ്ടി വരും. അതല്ലാതെ വേറൊരു നേതാവ്. അപ്പൊ സാർ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ പാർട്ടിയിൽ നിന്ന് വിഭാഗീയത എന്നേക്കുമായി പോയി എന്ന് പറഞ്ഞതും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ്. വിഭാഗീയത അസ്തമിച്ചു എന്ന് പറഞ്ഞത് അവരുടെ സഖാവ് VS അന്തരിച്ച ശേഷമാണ്. അതായത് VS എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് അന്തരിച്ച ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം ശയ്യ അവലംബനായതിനു ശേഷം ആണ് ഇവർ പറഞ്ഞത് അസ്തമിച്ചു, ഈ പറയുന്ന വിഭാഗീയത അസ്തമിച്ചു. സാർ, അപ്പൊ ഈ കാണുന്നത് വിഭാഗീയതയല്ലേ? ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി ഉണ്ടായതല്ലല്ലോ. ഈ പാർട്ടിക്കകത്ത് അത്ര കണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് അത് അവസാനം പൊട്ടിത്തെറിച്ചതല്ലേ? എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അസ്വസ്ഥരായി പുറത്തു പോയവരെ കുറ്റപ്പെടുത്തുന്നത് എത്ര കണ്ട് ഇദ്ദേഹത്തിന്, ആ കുറ്റപ്പെടുത്തൽ എത്ര കണ്ട് ജനം വിശ്വസിക്കുമെന്ന് അദ്ദേഹത്തിന് കരുതാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം കരുതുന്നുണ്ടോ? സാർ, അതുകൂടെ ഒന്ന് പറയണം സാർ. കാര്യം ഇത് പെട്ടെന്നുണ്ടായതല്ല. മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത് പോയവരെയാണ്. ഈ പറയുന്ന എല്ലാ കാരണങ്ങളും മുഖ്യമന്ത്രി അറിയാത്തതല്ല. പാർട്ടിയിൽ 3 ടേം സെക്രട്ടറി ആയിരുന്ന ആളാണ്, പിന്നീടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. എന്നിട്ട് ഇദ്ദേഹത്തിനും അറിയാം ഈ പാർട്ടിക്കകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും. എന്നിട്ട് ഇപ്പോൾ വെറുതെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജി സുധാകരനെ കുറ്റപ്പെടുത്തുന്നു, ഈ പറയുന്ന ഗോവിന്ദൻ എന്ന് പറയുന്ന പുറത്തുപോയ ആളെ കുറ്റപ്പെടുത്തുന്നു, കുഞ്ഞികൃഷ്ണൻ മാഷിനെ കുറ്റപ്പെടുത്തുന്നു. സർ, കേവലം ഈ 3 വ്യക്തികളല്ല, ഈ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഇരകളായി തല്ലുകൊണ്ട് കിടക്കുന്ന നിരവധി സഖാക്കളുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിരുന്ന് ഇങ്ങനെ ഈ സുവിശേഷ പ്രസംഗം പോലെ പോയവരെ കുറിച്ച് പറയുന്നത്? സാർ, അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ചോദിച്ചു പോകുകയാണ് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ. കേഡർ പാർട്ടി വിഭാഗീയത ഉണ്ടാകുന്നത് എപ്പോഴാണ്? കേഡർ പാർട്ടി വിഭാഗീയത ഉണ്ടാകണമെങ്കിൽ ഒന്ന് നേതൃതലത്തില് സമുന്നതരായ നേതാക്കന്മാർ തമ്മിലുള്ള പിടിവലി, ആ പിടിവലി അതാണ് VS-ന്റെ കാലത്ത് സംഭവിച്ചത്. VS-നോടൊപ്പം നിന്ന് ഒരുപാട് ജില്ലാ കമ്മിറ്റികളെ പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ആ പിടിച്ചെടുക്കൽ ശ്രമങ്ങൾക്കകത്താണ് വിഭാഗീയത വളരെ രൂക്ഷമായത്. അങ്ങനെയാണ് CPM-നകത്ത് ഒരിക്കലും കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരലും ഈ പറഞ്ഞ പോലെ ആളുകളെ ചാക്കിട്ട് പിടുത്തവും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന് പല ജില്ലകളും 14 ജില്ലകളും പിടിച്ചെടുക്കൽ എന്നൊരു സമരമാണ് ആദ്യം നടന്നത്, മിച്ചഭൂമി സമരം പറഞ്ഞതുപോലെ തന്നെ. പിന്നീട് പറയുന്നത് പാർലമെന്ററി മോഹമാണ്. വിഭാഗീയത ഉണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കേഡർ സംവിധാനത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രശ്നം പാർലമെന്ററി മോഹമാണ്. എനിക്കെന്നും ഭരിക്കണം, ഞാൻ ഭരണത്തിൽ വേണം, ഞാൻ MLA ആകണം, MP ആകണം, അല്ലെങ്കിൽ മറ്റു തരത്തിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകണം എന്നുള്ള ഒരു മോഹം. അത് ഒരു കാലത്തും അവസാനിക്കുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വ്യവസ്ഥയുണ്ട്. 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറണം. അവർ അധികാര സ്ഥാനത്ത് നിന്ന് MLA-യോ അല്ലെങ്കിൽ അത്തരം പാർലമെന്ററി പൊളിറ്റിക്സിൽ നിന്ന് മാറിയിട്ട് അവർ സംഘടനാ സംവിധാനത്തിലേക്ക് വരണം. സംഘടന ചലിക്കണ്ടേ? സംഘടന ചലിക്കാതെ പറ്റത്തില്ലല്ലോ. അല്ലാതെ എന്നും ഞാൻ തന്നെയാകണം, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ തന്നെയാകണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ തന്നെയാകണം, അല്ലെങ്കിൽ എന്റെ മകൻ തന്നെയാകണം എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴാണ് ഇതിനകത്തില് ഈ മാതിരി പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ CBI നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അത് അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാണ് പറയുന്നത്. അടിസ്ഥാന വർഗത്തെ വിട്ട ശേഷം അതിന് വലതുപക്ഷ വ്യതിയാനം സംഭവിക്കുന്നു. വലതുപക്ഷ വ്യതിയാനത്തിനകത്ത് നമുക്ക് ഇത്തരമുണ്ട്. പാർലമെന്ററി പൊളിറ്റിക്സ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ആണ്. കാരണം എന്നും ഇപ്പൊ നമ്മൾ പല സംഘടനകളെ എടുത്ത് നോക്കുക, ജീവിതകാലം 10, 25, 30, 50 വർഷങ്ങൾ വരെ MLA ആയിട്ടിരുന്ന ആളുകളാണ് ഓരോ പാർട്ടിയിലും ഉണ്ടായിരുന്നത്. അവരെ ആളുകൾ ജയിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ ജനങ്ങൾ ജയിപ്പിക്കുന്നുണ്ട്, അത് വേറൊരു വിഷയം.
പക്ഷെ ഒരിക്കലും അവരുടെ മോഹങ്ങൾ അവസാനിക്കുന്നില്ല. അതാണ് ഇപ്പൊ 80 വയസ്സുള്ള ഒരാളിന് പോലും മത്സരിക്കണം, എനിക്ക് ഇവിടെ മത്സരിക്കണം എന്നൊരു ആഗ്രഹം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഭാഗീയതയ്ക്ക് തുടക്കമിടും. അത് പിന്നെ ചില ജനാധിപത്യ കോൺഗ്രസിനെ പോലുള്ള അത്തരം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകും, അല്ല അതിനെ പരിഗണിക്കത്തില്ല. പക്ഷെ ഒരു കേഡർ പാർട്ടികളിൽ വരുമ്പോഴാണ് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. പലതിനെയും ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കേൾക്കാത്ത മട്ടില് ജി സുധാകരനാണെങ്കിലും അല്ലെങ്കിൽ ടി കെ ഗോവിന്ദനാണെങ്കിലും പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. അത് നമ്മൾ കേൾക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ നമ്മൾ ഇതിനെ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു വിഭാഗീയത അവസാനിക്കത്തില്ല. വിഭാഗീയത അവസാനിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇത്തരം മോഹങ്ങൾ, എനിക്ക് ഇത് കഴിഞ്ഞ് സംഘടനാ രംഗത്തേക്ക് പ്രവർത്തിക്കേണ്ട, എനിക്ക് ജീവിതകാലം മുഴുവൻ MLA ആയിരുന്നാൽ മതി എന്നുള്ള മോഹങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നു, അന്ന് ഈ വിഭാഗീയത അവസാനിക്കുകയുള്ളൂ. പക്ഷെ അതിനുള്ള സമയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഏതായാലും സാർ, ഇതെല്ലാം സംഭവിക്കുന്നതിന് സാക്ഷിയായി നിന്ന് ഒരു വേള ഈ പറയുന്നവരോടൊക്കെ കൂട്ടുനിന്ന് ഈ കണ്ട യുദ്ധമെല്ലാം കണ്ട് രസിക്കുകയായിരുന്നോ ഈ മുഖ്യമന്ത്രി? എന്നിട്ട് അവസാനം ഇതെല്ലാം അവരുടെ കുഴപ്പമാണെന്ന് പറയാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ലേശം ലജ്ഞയില്ലേ എന്ന് ഈ പറയുന്ന രീതിയിൽ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് കാണുന്നവർക്കോ തോന്നില്ല സാർ? അത് തെറ്റാണോ സാർ? ഞാൻ ഈ പറയുന്നത് തെറ്റാണോ? ഇതെല്ലാം അദ്ദേഹം കാണാത്തതാണോ? അദ്ദേഹത്തിന് അറിയാത്തതാണോ? സലാമും ഈ പറയുന്ന സജി ചെറിയാനും ഈ പറയുന്ന ഈ ജി സുധാകരനെ വേട്ടയാടുമ്പോൾ ഇദ്ദേഹം നിശബ്ദനായി നോക്കി നിൽക്കുകയായിരുന്നില്ലേ സാറിന്? അദ്ദേഹത്തിന് അന്ന് പറയാമായിരുന്നില്ലേ? ഇന്നിപ്പോ 3 തവണ വിളിച്ചെന്ന് പറയുന്നത് അത് അദ്ദേഹം പറയുന്നു എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന്. ഇപ്പോഴത്തെ അതിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞാല് 30 വർഷത്തിലേറെ ഭരിച്ച ബംഗാളിലെ എന്താണ് ഇപ്പൊ CPM-ന്റെ അവസ്ഥ? 30 വർഷത്തിലേറെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഭരിച്ചതാണ്. അന്നും പലരും പറയുന്നുണ്ടായിരുന്നു, അന്നും പലരും പല പിന്നെ ഇതിനെക്കുറിച്ച് അനുഭവജ്ഞാനമുള്ളവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെയല്ല, ഇതല്ല ഇതിന്റെ സംഘടനാ സംവിധാനം. ആരും പറഞ്ഞിട്ട് കേട്ടില്ല. ത്രിപുരയിൽ എന്താ സംഭവിച്ചത്? ത്രിപുരയിൽ തന്നെയല്ലേ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ഏകാധിപത്യ ഭരണം, പാർട്ടിയെ ഏകാധിപതികൾ ഇവിടെ നയിക്കുന്നു, അത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ നയിക്കുന്നു. അങ്ങനെ വരുന്നിടത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിട്ടുവീഴ്ചകളിലൂടെ നമ്മൾ സ്വയം തിരുത്തലുകളിൽ കൂടെയും വേണം ഇത്തരം. അങ്ങനെയാണല്ലോ പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. അതില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇത് പിന്നെ മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ താഴേക്ക് അതിൻ്റെതായ ചലനങ്ങൾ ഉണ്ടാകും. അത്തരം ചലനങ്ങൾ താഴെത്തട്ടിലേക്കും വരുന്നതിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ്. ഇത്തരം ദുഷ്പ്രവണതകളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളെ ചോദ്യം ചെയ്യാനോ ആർക്കും ധൈര്യമില്ല. ആർക്കും ധൈര്യമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? സ്വതന്ത്രമായിട്ട് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാവർക്കും പ്രവർത്തിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് പാർട്ടി വരും. അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും, സംഘടനാ സംവിധാനത്തെ ബാധിക്കും, അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നു. അത് തന്നെയാണ് ബംഗാളിലെ സാഹചര്യം തന്നെ കേരളത്തിൽ ആവർത്തിക്കുകയാണെന്നാണ് പലരും സംശയിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ അധികാരം ഉള്ളിടത്തോളം കാലം പ്രശ്നം ഉണ്ടാകത്തില്ല. അധികാര രാഷ്ട്രീയം നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അതിനെ അങ്ങനെ പറയാനൊക്കത്തില്ല. പക്ഷെ ആ ചോർച്ച, അതിന്റെ പാർട്ടിയുടെ മൂല്യങ്ങളിലാണ് ചോർച്ച സംഭവിക്കുന്നത്. അത് നമുക്ക് കണ്ടറിയാം. ഏതായാലും നമുക്ക് ഇനി ഇതിന്റെ ഡെവലപ്മെന്റ്സ്, കാര്യം അത്ര കണ്ടൊരു ചെറിയ വിഷയമല്ല ഉണ്ടായിരിക്കുന്നത്. ഈ പുകഞ്ഞ് അത് ഒരു സ്ഫോടനം പോലെ പുറത്തു ചാടിയിരിക്കുന്നു. ഏതായാലും നമുക്ക് തുടർന്ന് ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് ഈ വിഷയം സാറിന് പറയാനുണ്ടാകും, എനിക്ക് ചോദിക്കാനും ഉണ്ടാകും. തൽക്കാലം നിർത്തുന്നു സാർ. നന്ദി. താങ്ക് യു സാർ.